പോയി കഴിഞ്ഞാൽ നമ്മൾ ജയിച്ചാലേ പണിഷ്മെന്റ് ഉള്ളൂ കേട്ടോ. അത് വേറെ കാര്യം. സിംഗിൾ കേട്ടോ. ഒരു മിനിറ്റ് ഒരു അർജന്റ് മെസ്സേജ് വരുന്നുണ്ട്. ഒറ്റ മിനിറ്റ്. എല്ലാവരും മെസ്സേജ് ആക്കിയ ടീമിന് എല്ലാവരും ഉണ്ട്. ബ്ലൂ ബേർഡ് താങ്ക് യു. മറ്റേ ഫോൺ എടുത്തോ. മറ്റേ ഫോൺ എടുത്ത് വെച്ചിട്ടുണ്ട്. പൊക്കോളാം. ഞാൻ കൈ ഇങ്ങനെ വെച്ചിട്ടുണ്ടോ? എടുത്ത് വെച്ചു. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഒറ്റ കളി. ഇവൾ ഒരു പണിഷ്മെന്റ് എടുത്തിട്ട് കിടന്നുറങ്ങണം. ഓക്കെ. ഹലോ, ഞാൻ പണിഷ്മെന്റ് ഒക്കെ എടുത്തിട്ട് കിടന്നുറങ്ങാറുണ്ട്. നിങ്ങളോട് ആരാ പറഞ്ഞ പണിഷ്മെന്റ് എടുത്തിട്ട് ഞാൻ ഉറങ്ങാറില്ല? ഒന്ന് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും. 208 ആൾക്കാരുണ്ട്. ആരെങ്കിലും 2K ആണ് സ്കോർ വേണ്ട. അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർന്നു കേട്ടോ. ഇത് ഞാൻ കൈയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. MRM താങ്ക് യു ബ്രോ. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ ഈ ഒരു കളി. ശ്രദ്ധിച്ചിട്ട് എന്താ കാര്യം? ജയിക്കണ്ടേ അമ്പാനെ? ശ്രദ്ധിക്കുന്നു പറഞ്ഞിരിക്കാതെ നോക്കണേ. നമ്മളെ 4 ഫ്ലവറിൽ ഇടുന്ന ഒരു സാധനം ഇല്ല. സാധനം ഇല്ല. പറഞ്ഞു കൊടുക്കണ്ടായിരുന്നു സാധനത്തിന്. ആ സാധനം ഇല്ല കളിയില്ല. അത് വേണമെങ്കിലേ മിസ് കോൾ അടിക്കണം. വിളിക്ക്. മിസ് കോൾ അടിച്ചാലേ അത് വരത്തുള്ളൂ. 6666009 വിളിക്ക്. ഫോൺ എടുത്ത് മിസ് കോൾ അടിക്കും. മിസ് കോൾ മാത്രമേ അടിക്കാവുള്ളൂ കേട്ടോ. ഫുള്ള് റിങ് ചെയ്യല്ലേ. അപ്പൊ ആ ബൂസ്റ്റർ കൊണ്ട് ആള് വരും. ടാപ്പ് എല്ലാരും ടാപ്പ് വന്നിക്കണ്ട. സാധനം വന്നിക്കണ്ട. എന്ത് സാധനം? നമ്മളെ ഈ ഫ്ലവർ കാണിക്കുന്ന വീല് കാണിച്ചിട്ടുണ്ട് ഇപ്പൊ. ട്രിപ്പിള്. 4 ഫ്ലവർ എല്ലാവരും ഇടും. 4 ഫ്ലവർ. ട്രിപ്പിളിന് 4 ഫ്ലവേഴ്സ് വേണം കേട്ടോ. പോക്കിരി താങ്ക് യു സോ മച്ച്. ട്രിപ്പിളിന് 4 ഫ്ലവേഴ്സ് വേണം. റഫീഖ താങ്ക് യു സോ മച്ച്. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. എങ്ങനെങ്കിലും ഇത് ജയിപ്പിക്കണം. 2000 എങ്ങനെങ്കിലും ഒരു പണിഷ്മെന്റ് എടുത്തിട്ട് വേണം കിടന്നുറങ്ങുക. മുമ്പത്ത് ബ്രോ താങ്ക് യു. എന്നാ യു ആർ താങ്ക് യു. മുഹമ്മദ് ബ്രോ താങ്ക് യു. എല്ലാവരും സഞ്ചിയിൽ തൊട്ടിട്ടടിക്കുക. സഞ്ചി ഇട്ടിട്ട് തന്നെ അടിക്കുക. അത് ഫിറോസ് ട്രിപ്പിളിന്റെ സഞ്ചി ഉണ്ടല്ലോ, അതില് അതിട്ടിട്ട് തന്നെ അടിക്കും. റംസി താങ്ക് യു. സഫ ഷാനു താങ്ക് യു. ഒരു കാരണവശാലും ജയിക്കാറുള്ളൂ ഇതിന്. ഐസ്ക്രീം താങ്ക് യു ബ്രോ. മുഹമ്മദ് മുത്തു താങ്ക് യു. പ്ലീസ് ഞാൻ എല്ലാവരും ഗെയിം കളിക്കുമ്പോൾ ഒന്ന് എനിക്ക് ഷെയർ ചെയ്ത് കേട്ടാ. ഫുൾ റംഷി താങ്ക് യു. എല്ലാവർക്കും കിടന്നുറങ്ങിക്കോളെ. ആരും ഒന്നുമില്ല. ഞാനും ഓർമ്മില്ല. പറഞ്ഞോ, 3-1 പറ. ഒന്ന് തന്നെ നോക്കി നോക്കാലോ. പറ. പറടാ. പണിഷ്മെന്റ് ഓളൊക്കെ ഇബിറോ നോക്ക്. ഓക്കെ അയ്യൂക്ക ബൈ. എന്തെന്നാ ഇങ്ങനെ പോണെന്താണ് എടാ? പണിഷ്മെന്റ് പറയുന്നുണ്ട്. ഗെയിം തീരട്ടെ. ഓൽക്ക് ഞാൻ ഉറപ്പായിട്ട് ഓല ഏടിയാ കളിക്കുന്നതെന്ന് വെച്ചാൽ ഓല ഞാൻ ജയിപ്പിക്കും ഉറപ്പായിട്ട്. ഹലോ അതൊക്കെ ഓക്കെ. നിയമം എല്ലാവർക്കും ബാധകമാണ്. കൈകെട്ടി വെക്കും. സെൽഫ് അടിക്കും. താൻ സെൽഫ് അടിക്കുന്ന നല്ല പേടിയുണ്ട്. കൈകെട്ടി വെക്കും. ഗെയിം തീരണവർ അങ്ങനെ തന്നെ ഇരിക്കണം കേട്ടല്ലോ. അനാവശ്യം കാണിക്കരുത്. ഓക്കെ, ഞാനാ ഇവിടെ ഇരിക്കുന്നത്. പള്ളി വേറെ ആണെങ്കിൽ താൻ ഇങ്ങനെ ഇരുന്ന് കാണിക്കുമ്പോ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഞാനാ. Oh my god.
ഞാൻ പോട്ടെ എന്നാ പോട്ടെ. എനിക്കില്ലേ ഭയങ്കര നടുവേനയാ. കരയണ്ട, ഞാൻ പൊക്കോളാം. സങ്കടപ്പെടാതെ ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വാ. അതാണ് ദാവൂദ് ക ഉറങ്ങി കിടന്നു. ഇങ്ങോട്ട് വാ പൊന്നിങ്ങോട്ട് വാ, ഞാൻ പൊക്കോളാം. പൊന്ന് കരയണ്ട, അവിടെ ഇരുന്നോ വാ. ഞാൻ പോക്കി തരാം, ഒരു മിനിറ്റ് ഇടയ്ക്ക്. സബൂറ ദാവൂദ് ക താങ്ക് യു. സത്യമായിട്ട് എനിക്ക് വല്ലാണ്ട് എന്താ പറയാ വിഷമായി. സത്യം ഇത്രയും വലിയൊരു കളി ഞാൻ ആദ്യമായിട്ട് ജയിക്കുന്നത്. അന്ന് ഞാൻ എന്താ റെഡിയാ. ഹലോ, സങ്കട പ്രകടനമാണ്. സാഡ് ആയിട്ടുള്ള മ്യൂസിക് പ്ലേ ചെയ്യണോ? യു കലാം കലാം മാഫി. ഓക്കെ ഓക്കെ, സാഡ് ആയിട്ടുള്ള മ്യൂസിക് പ്ലേ ചെയ്യണോ? ടുഡേ യൂസുഫ്, പാകിസ്ഥാനി യൂസുഫ് ടുഡേ. യൂസഫ് അല്ല, ഒന്ന് പറയൂ. ദാവൂദ് ക കലാം കലാം മാഫി. ഇന്നത്തെ പണിഷ്മെന്റ് ദാവൂദ് ക തീരുമാനം. പറഞ്ഞോ. ദാവൂദിക്ക പറയും പണിഷ്മെന്റ് കൊടുക്കണ്ടാണ്. ബിഗ് സല്യൂട്ട്, 10 സല്യൂട്ട് ദാവൂദ് ക എടുക്കട്ടെ ആദ്യം, എന്നിട്ട് ബാക്കിയല്ല ഞാനാ പണിഷ്മെന്റ് എടുക്കുന്നത്. ദാവൂദ് ക, ദാവൂദ് ക മൈ ഹീറോ, ദാവൂദ് ക മൈ ഹീറോ. എല്ലാരും കാണട്ടോ. എന്തേ അന്റെ എനിക്ക് ആദ്യമായിട്ടായത് ഇത്തിരി മാർക്ക്. ഓക്കെ അതാണ് സ്നേഹം. എനിക്ക് ആദ്യമായിട്ടായതാ ഇത്രയും വലിയ മാർക്ക്. അതെന്തിനാ പക്ഷെ ഇവിടെ വെക്കണേനോ അത് ഫുള്ള് പണിഷ്മെന്റ് കഴിയുന്നവരെ ഇവിടെ വേണേനോ. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാൻ പോയി കഴിയുമ്പോ സ്ക്രീൻഷോട്ട് വെച്ചിട്ട് ലൈവ് ഇട്ട് പാട്ടൊക്കെ ഇട്ടു. ടിക്ടോക്കിലെ എന്റെ മെയിൻ ഹീറോ. നിങ്ങൾ തന്നെ 10 വട്ടം എടുത്തോ? ഇപ്പൊ തന്നെ 4 വട്ടം എടുത്തില്ലേ? ഒരു മിനിറ്റ്. രണ്ടാമത്തത് പണിഷ്മെന്റ് സല്യൂട്ട്. മലയാളം. താങ്ക് യു സോ മച്ച് ടി കെ, താങ്ക് യു സോ മച്ച് ലോട്ട്. അതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത് വേറെ ആരാ ആ ഗെയിമിൽ എന്നെ സപ്പോർട്ട് ചെയ്ത് വേറെ ആരും ഉണ്ടായിരുന്നില്ല. താങ്ക് യു സോ മച്ച് ടി കെ, താങ്ക് യു സോ മച്ച്, താങ്ക്സ് ലോട്ട്. വേറൊരാളും കൂടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാനാണ് സ്കോർ കളയും ചെയ്തത്. ആരെന്നത്? സ്നേഹ ആർമി, താങ്ക് യു സോ മച്ച്. വേറൊരാളും കൂടെ ഉണ്ടായിരുന്നു. അതെ, നിങ്ങൾ പണിഷ്മെന്റ് ഇങ്ങനെ കൊടുത്താൽ മതി. കലാം 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 इंत कलाम अन कल्ली अन कलाम अन किस माफी मुश्किल इंत किस माफी मुश्किल इंत स्ट्रेट नोकल नो माफी मुश्किल ഞാൻ പോവാ ചാച്ചാ. ഓക്കെ പണിഷ്മെന്റ് സുനോ. പണിഷ്മെന്റ് എന്താണ് മാഫി മുഷ്കിൽ എന്ന് പറയാനാ? ക്രൂരനാവാൻ പോണ. കാരണം ഇനി അഹങ്കരിച്ച് ഇനി 12,000 വന്നേരോ 5,600 ഇഞ്ഞി അഹങ്കരിച്ച്. അപ്പോ എനിക്കൊരു മാലാക്ക പോലെ ആര് വന്ന് ദാവൂദ് ക വന്നു. വേണമെങ്കിൽ എന്നെ ഒരു മാലാകായിട്ട് കണ്ടുള്ളൂ. ദാവൂദിക്കനെ മാലാകായിട്ട് കാണാൻ പറ്റില്ല. എന്നെ വേണമെങ്കിൽ ഒരു മാലാകായിട്ട് കണ്ടോ, ഞാൻ റെഡിയാ. എന്തല്ലടാ, എനിക്ക് അവസരം തരും അന്നേരം മുണ്ടേ. ഓക്കെ അവസരം തരുമ്പോ മാത്രം ഞാൻ വാമത്തി ഇരിക്കാം. ഓക്കെ ഇപ്പൊ ഞാനിപ്പോ ക്രൂര. ഓക്കെ ക്രൂര 1 മിനിറ്റ് സുനോ. ദാവൂദ് ക പറയാ ഇതില് പറ്റിയ പണിഷ്മെന്റ് പ്ലീസ്. ദാവൂദ് ക പോയാ പറഞ്ഞു പണിഷ്മെന്റ് കൊടുക്കണ്ടെന്ന്. എന്തിനാ വെറുതെ? ദാവൂദ് ക അങ്ങനെ പറയൂല. ദാവൂദ് ക അങ്ങനെ പറയൂല. ഓക്കെ പണിഷ്മെന്റ് എനിക്ക് എന്തായാലും ഉണ്ട്. ദാവൂദ് ക പ്ലീസ് കം. ദാവൂദ് ക പറഞ്ഞു ലൈവ് ഇട്ടിട്ട് പോയി തന്നെ വാങ്ങിക്കോളാം. ഈ പിന്നെ ദാവൂദ് ക പോയിട്ടല്ലോ. പോയിക്ക് പണിഷ്മെന്റ് വേണ്ടെന്നായിരിക്കും. പണിഷ്മെന്റ് ഇല്ലാണ്ട് ഞാൻ വിട്ടു. പണിഷ്മെന്റ് ഇല്ലാണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലേ, ഇയാളെങ്ങാനും ജയിച്ചു കഴിഞ്ഞാലുള്ള ഇയാളുടെ പ്രശ്നം എന്തായിരിക്കും കേട്ടോ. ഇനി ഇങ്ങനെ പണിഷ്മെന്റ് ഇല്ലാണ്ട് ഇനി തരാം വിട്ടുക. തരാം. പിന്നെ ദാവൂദ് ക പ്ലീസ്. നിങ്ങൾ ദാവൂദിക്കനെ വിളിക്കണ്ട. ഇക്ക പറഞ്ഞു പണിഷ്മെന്റ് ഇല്ലാന്ന്. പിന്നെ എന്താ നിങ്ങൾ ഇക്കാനെ വിളിച്ചോണ്ടിരിക്കണം? ഇനി നിങ്ങൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം തരണമെങ്കിൽ ഇന്ത്യയിൽ എങ്ങനെ അറിയാം? എന്റെ സങ്കടം വരുന്നുണ്ടെങ്കിൽ മാറി ഒന്ന് കറങ്ങിച്ചു വാ. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇതിന്റെ പണിഷ്മെന്റ് പറയാൻ പറ്റാതെ വരുന്നത്. ഇങ്ങനത്തെ മാജിക് മോത് കാടോ എന്റെ എനിക്കിരിയ ഇനി മുണ്ടാണ്ടിക്ക്. ദാവൂദ് ക പ്ലീസ് ഒന്ന് നിങ്ങൾ പറ.
പണിഷ്മെന്റ് ഒന്ന് പ്യൂർ ആയിട്ട് കേട്ടോളാം, ക്ലിയർ ആയിട്ട്. ഭയ്യ അതെ ദാവൂദ് ഖാൻ പണിഷ്മെന്റ് ഡാൻസ്. ദാവൂദ് ഖാൻ പറയുന്നില്ല, ദാവൂദ് ഖാൻ ഇത് കാണുന്നില്ല. പാവടാ നിസ്സഹാനായിട്ട് നിക്കണേരിക്കും കൊടുക്കണ്ടെന്നായിരിക്കും മൂപ്പര് പറയണത്. പാവോട്ടാ എന്റെ വീട് കണ്ടാ കൊടുക്കണ്ട. അത് അങ്ങനെ ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് കേട്ടോ. ഉള്ള കാര്യം മുന്താസിന് ഷാജ്. ഹലോ, താജ്മഹൽ പണിയാനൊന്നും എനിക്ക് നടക്കില്ല. ഞാൻ എന്റെ വീടിന്റെ പണി തുടങ്ങിയിട്ട് ഇപ്പൊ പാതി വഴിയിൽ കിടക്കുക. താജ്മഹൽ പണിയാൻ എനിക്ക് പറ്റില്ല. സോറി, പറ്റില്ല. താജ്മഹൽ പണിയാൻ എനിക്ക് പറ്റില്ല. അത്രയും ക്യാഷിന്റെ ഇല്ലടോ. ഞാനൊരു പാവപ്പെട്ട ക്ലോത്തിങ് ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. താജ്മഹൽ പണിയാൻ എനിക്ക് പറ്റില്ല. അങ്ങനെയല്ല പറഞ്ഞ ഇതിലിപ്പം താജ്മഹൽ പണിയാൻ അങ്ങനെയാണെങ്കിലും താജ്മഹൽ പറ്റില്ല. ഷാജഹാനാണ് താജ്മഹൽ പണിത് കൊടുത്തത്, അല്ലാണ്ട് മുംതാസ് ഷാജഹാനല്ല താജ്മഹൽ പണിത് കൊടുത്തത്. കറക്റ്റ് അല്ലേ? ഇത് രണ്ടും മാറിപ്പോയോ? അല്ലല്ലോ. ഇനിയിപ്പം പണിഷ്മെന്റ് ഒന്ന് കൊടുക്കും. പണിഷ്മെന്റ് ഇല്ലേ എനിക്ക്? ഒന്ന് എനിക്കാ ഞാനെന്താ ബോളനോ പണിഷ്മെന്റ്? ഒന്ന് ഫസ്റ്റ് പണിഷ്മെന്റ് ഒന്ന് സല്യൂട്ട് പറഞ്ഞു. രണ്ടാമത്തെ സെലൂട്ട് ഇങ്ങോട്ട് പറഞ്ഞിട്ടില്ല. സെലൂട്ട് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ എന്റെ മുത്തിനെ കാണുന്നുണ്ടോ നോക്കട്ടെ ആദ്യം. ദാവൂദ് ഇല്ലുണ്ടാ? ഒന്ന് പ്ലീസ് ദാവൂദ് കാ നിങ്ങളെ ജയിപ്പിച്ചിട്ട് നിങ്ങൾക്ക് അറിയണ സങ്കടത്തിൽ പോയിന്ന്. അങ്ങനെ അങ്ങ് പോയി വിട്ടാലോ? ആരെങ്കിലും ഒന്ന് ഷെയർ ചെയ്തിട്ട് വിളിക്കൂ പ്ലീസ്. ദാവൂദ് കാ ഞാൻ ഷെയർ ചെയ്ത് വിളിച്ചാ മതിയോ? ഞാൻ ഷെയർ ചെയ്ത് വിളിച്ചാ മതി. ഓയ് അനാവശ്യം ഇല്ല നിൽക്കണ്ടോക്കെ. നിന്റെ ഇതിലേക്കോ ഞാൻ എന്റെ ഇതിലേക്കോ. ഗെയിം ചോദിച്ചപ്പോ നമുക്കൊന്നും മിണ്ടാൻ പാടില്ല. പണിഷ്മെന്റ് വെച്ചപ്പോഴത്തേക്ക് പറഞ്ഞത് താജ്മഹൽ പണിയാ. എന്തിട്ടാണിത്? അതൊന്നും നടക്കണ കാര്യമൊന്നുമല്ല. ലോൺ എടുത്തിട്ട് അത് കൃത്യമായിട്ട് അടക്കാൻ പറ്റുന്നില്ല. വീട് പണി പാതി പുറകെ കിടക്കുന്നു. അപ്പോഴാണ് താജ്മഹൽ പണിയാൻ പറയുന്നത്. ഓക്കെ. ദിലീപിന്റെ ഒരു പാട്ടില്ല? ദിലീപിന് ഒരുപാട് പാട്ടുകളുണ്ട്. ഡാൻസ് ആണോ? ഇത് मैंने प्यार पिया प्यार पिया तो प्यार पिया ആ പാട്ടില്ല. ഹലോ, ഡാൻസ് ഞാൻ കളിക്കാം. ഓക്കെ, അത് എനിക്ക് കംഫർട്ട് ആയിട്ടുള്ള ഒരു സോങ് എടുക്കാം. തനിക്കും അങ്ങനെ തന്നെയല്ലേ ഞാൻ തന്നത്? അല്ലേ? ആണോ? അല്ലേ? അതിൽ ഞാനും ഉണ്ടാവും. നിങ്ങൾ എന്റെ കൂടെ കളിക്കണ്ട. അതോടെ ഓപ്ഷൻ ഞാൻ അക്സെപ്റ്റ് ചെയ്തു. താൻ വേണ്ട, എനിക്ക് ഷാറൂഖ് ഖാനെ വേണ്ട. ഇതൊരുമാതിരി പച്ചാളം പാസിയെ പോലെ ഇരിക്കുന്നു ഇയാൾ എന്റെ കൂടെ ഡാൻസ്. വീണ്ടും ഞാൻ ക്രൂരനാകുമ്പോ ടഫുള്ള വരുന്നതിന്. ഞാൻ പറഞ്ഞല്ലേ ഇയാളെ ജയിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമായിരിക്കും. അടുത്ത പറ. ഒന്ന് ഡാൻസ്, രണ്ട് ഡാൻസ്. ഓക്കെ, ഡാൻസ് എന്ന് വെച്ചാല് പാട്ട് അറബി പാട്ടാക്കുന്ന. അറബി പാട്ടൊന്നുമല്ല, എനിക്ക് കംഫർട്ട് ആയിട്ടുള്ള ഒരു സോങ് എടുത്ത് ഞാൻ ഡാൻസ്. അറബി പാട്ട്. انت مغلم انا وينك مغلم انا كنت صفور ونار تكلم. അതിന് ഇങ്ങനെ സ്ലോ മോഷൻ ഇങ്ങനെ വന്നാൽ മതി. ഇങ്ങനെ ആ സ്റ്റെപ്പ് മാത്രം മതിയോ? അത് മുട്ടുള്ള പാട്ടാണ്, അതിനനുസരിച്ച് കളിക്കണം. ഓക്കെ. എടോ, ഇത്രയും സ്ലോ മോഷനായിട്ട് പാട്ടിന് ഞാൻ ഇങ്ങനത്തെ സ്റ്റെപ്പ് ഒക്കെ ഇട്ട് എനിക്ക് കളിക്കാൻ പറ്റുമോ? ഇങ്ങനെ കളിക്കാൻ പറ്റുമോ? പാട്ട് ഞാൻ വെച്ചേരാ. ഒരു മിനിറ്റ് നിങ്ങൾ വെക്കണ്ട, വേണ്ട, നിങ്ങൾ ഗൂഗിളിനോട് ചോദിക്കണ്ട. എനിക്ക് കംഫർട്ട് ആയിട്ടുള്ള ഒരു സോങ് എടുക്കും, ഡാൻസ് ചെയ്യും. ഒന്നാമത്തെ പണിഷ്മെന്റ്. രണ്ട് പറ. നമ്മള് ഇതില്ല പോപ്പിളക്ക എന്നുള്ള പാട്ട്. ചൂട് തരാം കുതാക്ക എന്നിട്ട് മറ്റേ റോട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു ഡാൻസ് ഞാൻ അക്സെപ്റ്റ് ചെയ്തു. നല്ലൊരു സോങ് എടുത്ത് ഡാൻസ് ഒന്നാമത്തെ ഓപ്ഷൻ അക്സെപ്റ്റ് ചെയ്തു. ഓക്കെ, രണ്ടാമത്തെ പണിഷ്മെന്റ് പറ. ഒരു പണിഷ്മെന്റ് പറഞ്ഞിട്ട് അരമണിക്കൂർ എനിക്ക് പോകണം, വിശക്കണു. മണി 12. ഇങ്ങനെ കൈ വെക്കുക, എന്നിട്ട് ഇങ്ങനെ വെക്കുക, എന്നിട്ട് ചിക്ക് ചിക്ക് അങ്ങനെ 30 പ്രാവശ്യം. ഗോഷ്ടി കളിയാണ്. ശരിക്ക് കണ്ടോളെ. ഇങ്ങനെ വെക്കുക, ഇങ്ങനെ നിൽക്കുക, എന്നിട്ട് ചിക്ക് ചിക്ക് അങ്ങനെ 30 പ്രാവശ്യം. ഹലോ, അതൊന്നും എനിക്ക് പറ്റില്ല. അതാ പറഞ്ഞ. ഇനി ഇപ്പൊ ഞാൻ ജയിച്ചാലും ഞാൻ തോറ്റാലും ഒരുപോലെ ആയിപ്പോന്നു. അങ്ങനെയല്ല, നിങ്ങൾക്ക് അത് കാണിക്കാൻ പറ്റും. എനിക്കത് ബുദ്ധിമുട്ടാണ്, എനിക്ക് പറ്റൂല. റെക്കോർഡും കാര്യങ്ങളൊക്കെ പോകുന്ന എനിക്കത് പറ്റില്ല. അത് വേണ്ട. ഓക്കെ, തോറ്റാലും എനിക്ക് പ്രശ്നമാണ്, ജയിച്ചാലും എനിക്ക് പ്രശ്നമാണ്. കരമൊക്കെ ഇട്ടിട്ട് ആലില കണ്ണ
ഇന്റെ മുരളികൾ കേൾക്കുമ്പോൾ എൻ മനസ്സിൽ പാട്ടുണരും. ആ പാട്ട് കരോക്കെ ഇട്ടിട്ട് പാടും. എടോ എനിക്ക് അതിന്റെ 4 വരി ആലിലക്കണ്ണ പാടാൻ അറിയുള്ളൂ. എനിക്ക് പല്ലവി അനുപല്ലവി ഒന്നും അറിയില്ല. അതിലുണ്ടല്ലോ, എഴുതി വെക്കുമല്ലോ, യൂട്യൂബിൽ എഴുതി എന്നാലും ട്യൂണ് വേണ്ടേ? ട്യൂണ് വേണ്ടേ പാടണമെങ്കിൽ? വേണ്ടേ ആലിലക്കണ്ണ സോങ്ങിന് ആലിലക്കണ്ണ എന്ന് പറഞ്ഞ് പാടാൻ പറ്റുമോ ട്യൂൺ അറിയാണ്ട്? വേറെ ഏതെങ്കിലും പാടിയാ മതിയോ ട്രാക്ക് ഇട്ടിട്ട്? അടുത്ത ഇപ്പൊ ഒറ്റ പണിഷ്മെന്റ് ഞാൻ എടുക്കുന്നില്ല. ഞാനിപ്പോ വലിയ സ്കോറിന് ജയിച്ചിട്ടാണ് ഞാൻ ഇത്തിരി ഒരു കല്യാത്തുനിന്ന് എന്റെ പണിയെടുക്കാൻ. 20,000 സ്കോറിന് ജയിച്ചിട്ട് ഇയാള് ഇത് പറയുന്നത്. ഇന്നലെ ഇയാളെ ഞാൻ പൊട്ടിച്ചത് 34,000 സ്കോറിനാ. അപ്പൊ ഇയാൾക്ക് കൊടുത്ത പണിഷ്മെന്റ് അയാൾക്ക് ഓർമ്മ ഇല്ല. ഇതാ ഞാൻ പറഞ്ഞ ജയിച്ചാൽ ഞാൻ ഭയങ്കര സാധന. പണിഷ്മെന്റ് പറ, ഒരു പണിഷ്മെന്റ് ഇട്ടിട്ട് 3/4 മണിക്കൂർ വേണം, അല്ലെങ്കിൽ ഞാൻ പോട്ടാ. പിന്നെ ഉടായ്പാന്ന് പറഞ്ഞിട്ട് കാര്യമില്ലേ. പണിഷ്മെന്റ് പറഞ്ഞു എന്നിട്ട് ഇനി ഒറ്റ എടുക്കുന്നില്ലല്ലോ. എന്നിട്ട് ഇങ്ങനെ കാലകത്തിച്ച് ഇങ്ങനെ തുള്ളാനാ? ഒന്ന് പോയേ നടക്കത്തില്ലത്. കാല് ഇങ്ങനെ തന്നെ ഇതാക്കിയിട്ട് ഇങ്ങനെ ആക്കിയോ? ഇങ്ങനെ കാലിങ്ങനെ ഹോൾഡ് ചെയ്ത് നിന്നാ മതിയാ? മറ്റേ ആ ബസ് ചെയ്ത ഡാൻസ് എടുത്തോ, ഒരു ഡാൻസ് എടുത്തോ. ഒന്ന് അക്സെപ്റ്റ് ചെയ്തു. ബാക്കി 2 ഓപ്ഷൻ പറ. ഒരു മണിക്കൂർ വേണ്ട, അതെന്നെ എടുത്തോ. ഡാൻസ് എടുത്തോ. എന്റെ കാര്യങ്ങളല്ല, 2 ഓപ്ഷൻ പറയണോ? നേരെ നോക്കിയെടുക്കും. നിങ്ങൾ ഇത് തരണം, അതിന് ഇഷ്ടമുള്ളതാണ് നമ്മൾ എടുക്കണത്. ഒരു മിനിറ്റ്, ദാവൂദ് ഖാനോട് ചൂടാട്ടെ. നിങ്ങൾ ഇത് ഇതാക്കിയിട്ട് അന്ന പകുതി മേലെ ഇട്ടിട്ട് നിങ്ങളെ പോയാ ഇയാളെ ജയിപ്പിച്ചത് ദാവൂദ് ഇപ്പൊ കരയുന്നുണ്ടാവും. വേണ്ടിയിരുന്നില്ലാന്ന് പറഞ്ഞത്. അല്ല, ദാവൂദ് ഇവിടെ ജയിപ്പിച്ചിട്ട് ഓറം പോയി. ഇത് ജയിപ്പിച്ചാൽ നോക്കണ്ട എന്തെന്ന് അവിടെ സംഭവിച്ചെന്നുള്ള. ഇതൊന്നും മനുഷ്യനോടോ ഇങ്ങനത്തെ ആയിട്ട് ഞാൻ ആദ്യമായിട്ട് കാണുമ്പോ പണിഷ്മെന്റ് തരുന്നില്ല ദാവൂദ് ഖാനെ വിളിക്കാൻ. ദാവൂദ് ഖാനൊന്ന് ഇവിടെ കമന്റ് ഇട്ടാ. നിങ്ങക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നു ദാവൂദ് ഖാ ജയിപ്പിച്ചു വിടാനായിട്ട്? ഇതിലും വലിയൊരു ശിക്ഷ എനിക്ക് കിട്ടാനില്ല. ഇനി അടുത്ത ഒരുമാതിരി ഉണ്ടായി പറഞ്ഞാൽ ഞാൻ ചെയ്യൂല കേട്ടാ. ഒന്നാമത് ഇതിന്റെ റെക്കോർഡൊക്കെ എടുക്കുന്ന ആൾക്കാർ. ഇങ്ങനെ കൈ വെക്കാം. ഇത് പോകുമ്പോ കാല് അങ്ങോട്ടോ ഇങ്ങോട്ട്. ദാവൂദ് നിങ്ങൾ കമന്റ് ചെയ്യും. ഒരിക്കലും നിങ്ങൾ കമന്റ് നിങ്ങൾ അപ്പാട് പോവാ. ഇത് നിങ്ങൾ നിർത്തി. ഒരു മിനിറ്റ് നിങ്ങൾ നിർത്തി. നിങ്ങൾ ഒരിക്കലും ഇവിടെ വാ. അന്നൊരു ബൈക്ക് ആക്കിയിട്ട് ഞങ്ങൾ പോയി അടക്ക്. നിങ്ങളൊരിക്കൽ കമന്റ് ഇവക്ക് എന്നാ പണിഷ്മെന്റ് കൊടുക്കുക? ഒന്ന് ഇതാ ഇങ്ങനെ ഇങ്ങനെ പോവാ. ഇങ്ങനെയാണ് ശരിക്കും കണ്ട് ഇങ്ങനെ ഇങ്ങനെ പോകുമ്പോ കേൾക്കുന്നുണ്ടോ? അങ്ങനെ പോയാൽ മാത്രം മതി. അങ്ങനെ പോയല്ല കേട്ടോ. നൗഫലിന്റെ കൂടെ ആവൂല. നൗഫലിനോട് എന്താകൂലെന്ന്? നൗഫലിനോട് എന്താകൂലെന്ന്? ഏത് നൗഫല്? മിസ്രിയ നൗഫല്. അതിന്റെ നൗഫലിനോട് ആവൂലെന്ന് പറഞ്ഞ ഇങ്ങനെ കുഞ്ഞിപ്പൊന്നെ പോലെ പോണേ എന്തിനാ? അങ്ങനെ തന്നെ വേണം. ഓക്കെ, ഇനി രണ്ടാമത്തെ. പിന്നെ ദാവൂദ് കള്ളേര ഒരിക്കലും ഞാൻ വരൂല എന്നിട്ട് ഇങ്ങനെതാ. ദാവൂദ് കള്ളേര ഒരിക്കലും ഞാൻ വരൂല. ഹലോ പറ്റൂല, പറ്റത്തില്ല. ഓക്കെ അക്സെപ്റ്റ് ചെയ്ത് എന്തിനത് ഷോക്ക് അടിച്ചാ? ഡാൻസ് ഇത് മാത്രം മതി. ഓക്കെ, പണിഷ്മെന്റ് കഴിഞ്ഞു. ഡാൻസും ഇപ്പൊ ഇതും രണ്ടായി. ഇനി ഒന്നുകൂടെ കാണും. എനിക്ക് ജാസ്തി കലാമില്ല. ഓക്കെ, ഒള്ളി ദാറ്റ് വൺ. ഓക്കെ, ഇനി എനിക്ക് വർത്താനെങ്കിൽ എക്സ്ക്യൂസ് മീ മിസ്രിയ നൗഫലെ, 2 ഓപ്ഷൻ നിങ്ങൾ തന്നു. ഇനി ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട്. അതുകൂടെ നിങ്ങൾ പറഞ്ഞിട്ട് എനിക്ക് ഇഷ്ടമുള്ളതാണ് ഞാൻ എടുക്കേണ്ടത് അല്ലേ? ഓക്കെ, മൂന്നാമത്തെ തല കുത്തിയിട്ട് മേലോട്ട് കാല വെക്കും. പറ്റൂല. തല കുത്തിട്ട് മേലോട്ട് വെക്കാൻ പറ്റൂല. നിങ്ങളുടെ മീറ്റിംഗിന് നാട്ടിൽ ചാടാ പറഞ്ഞാൽ ചാടുമോ? അത് വെറുതെ പറഞ്ഞത്. ഓക്കെ, ഓക്കെ, ഇനി അതിന്റെ മേലെ പിടിഞ്ഞു കാരണ്ട. ഓക്കെ, അടുത്തത് ഇതാ. ഇന്റെ റൂമിൽ ഊഞ്ഞാലില്ലല്ലോ. അല്ല, റൂമിലൊരു തൊട്ടിലുണ്ട്, അത് മതിയാ. ഊഞ്ഞാല് വേണ്ട. ഊഞ്ഞാല് ഉള്ളതിനോട്ട് അഭിനയിക്കുക. ഇവിടെ ഇരിക്കുക. ഇതാ എന്റെ ഇങ്ങനെ ഇരിക്കുമ്പോഴാക്കിയിട്ട് ഊഞ്ഞാൽ ബെല്ലാടും പോലെ ഇങ്ങനെ ആക്കുക. ഞാൻ ഒരു കാര്യം പറയട്ടെ, രണ്ടാമത്തെ പണിഷ്മെന്റ് ഇതേ രീതിയിൽ ഇങ്ങനെ നൗഫലിനോട് ആവൂലെന്നൂടെ പോവാം. മൂന്നാമത്തെ പണിഷ്മെന്റ് ഊഞ്ഞാലെ പോലെ അതേപോലെ ഇങ്ങനെ ആട്ടെ. ഇത് എന്തിട്ടാണ് നൗഫലിക്ക? ബുദ്ധിമുട്ടാണ്. പക്ഷെ ഞാൻ നിന്നിട്ടുള്ള ഊഞ്ഞാല് നിന്നിട്ട് ഇങ്ങനെ ആടുക.
ഒരു ബുദ്ധിമുട്ടാണോ? വേറെ മാറ്റാം, പറ്റൂല. ഡാൻസ് അക്സെപ്റ്റ് ചെയ്തു, മറ്റതും അക്സെപ്റ്റ് ചെയ്തു, മൂന്നാമത്തത് വേറെ പറ്റൂല. ഓക്കെ, 1 മണിക്കൂറും 10 മിനിറ്റും. ഓക്കെ, ഞാൻ ജയിക്കണം തന്നെയാണ്. അടുത്ത ഓക്കെ, അടുത്ത ഇനി പിന്നെ ഇതും പറ്റൂല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ. ഹലോ, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് പറയണം. ഞാൻ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ലേ തരുന്നത്. നിങ്ങൾക്ക് എടുക്കാൻ ബുദ്ധിമുട്ടുള്ള ഞാൻ തരാറുണ്ടോ? ഓക്കെ, അപ്പൊ ഇനി എന്നാ കൊടുക്കുക? ആ, ഒരു 10 മിനിറ്റ് കണ്ണ് നല്ല വെള്ളം വന്നിട്ട് കാര്യമോ? 10 മിനിറ്റ് വേണ്ടായിരുന്നു, അത് പറയണം ഇടക്കിടക്ക്. വേണ്ടായിരുന്നു അറിയാനായിട്ട് വെള്ളം വരില്ല, അഭിനയിച്ചാ മതിയാ. വെള്ളം വരണമെങ്കിൽ ഇനിയിപ്പോ ഞാൻ കുപ്പിന്ന് ഇങ്ങനെ തൊട്ട് തൊട്ട് തുടക്കണം, അത് മതിയാ? പോരാ, വെള്ളം വേണം. ഞാൻ റിയൽ ആയിട്ട് കറിയാൻ പറ്റുക, റിയൽ ആയിട്ട് എനിക്ക് കറിയാൻ പറ്റില്ല. 3 ഓപ്ഷൻ, അതെടുക്കാൻ പറ്റുമെങ്കിൽ അതെടുക്കുക, അല്ലെ മറ്റേ 2. അല്ല, ഹലോ, കരയാൻ പറ്റൂല. കണ്ണീന്ന് വെള്ളം വരില്ല, അഭിനയിക്കാം കരയാനായിട്ട്. അതുകൊണ്ട കണ്ണിന്ന് വെള്ളം വരും. വിളിക്കാന്ന് പറഞ്ഞ ആളോട് ഞാൻ പറയട്ടെ, സ്കൂളിൽ പണിഷ്മെന്റ് എടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത് പെൺകുട്ടികളല്ലോ ആൺകുട്ടികളല്ലോ, അവരുടെയൊക്കെ ലൈവിൽ പോയി ഇവിടെ വേണ്ട. ഓക്കെ, ഇവിടെ നടക്കില്ല, വിൽക്കണ്ട. വിളിക്കലും കിളിക്കലൊന്നും ഇവിടെ ഇല്ല. ഓക്കെ, എന്നാ ഒരു കാര്യം ചെയ്യാം, വികാരത്തിന്റെ ചിക്കൻ കറി ഉണ്ടായിരിക്കും. എടുക്കില്ല, ആവും വേണ്ട. കരഞ്ഞിട്ട് വേണമെങ്കിൽ എടുക്കാം, ഒന്നും ഞാൻ എടുക്കണ്ട. ഞാൻ പറഞ്ഞു, ഒരു പണിഷ്മെന്റ് എടുക്കണ്ട. ഞാൻ പറയുന്ന നേരം വെളുക്കുമ്പോഴെങ്കിലും ഓപ്ഷൻ പറഞ്ഞു തീരുമോ? നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഒന്നും. ഞാൻ നിങ്ങൾക്ക് ഇത്രയും ഇതാക്കാറുണ്ടോ? എന്ത് ഇതായിട്ടാണ് നിങ്ങൾക്ക് ഓപ്ഷൻ തന്നെ? നിങ്ങൾക്ക് നോ പറയാൻ പറ്റാത്ത രീതിയിലല്ലേ തരുന്നേ? നിങ്ങളോട് ഇങ്ങനെ നിൽക്കുന്നു ഞാൻ പറയാറുണ്ടോ? ഇയാളുടെ കഴിയുമ്പോൾ ഒരു 1.5 മണിക്കൂറായി. എത്ര വട്ടം മാറ്റൂല? ദാവൂദിനെ സല്യൂട്ട് അടിക്കാൻ എത്ര വട്ടം? ഇങ്ങനെ ഞാൻ കണ്ടോളാം, ഇങ്ങനെ അങ്ങനെ 100 പ്രാവശ്യം. ഞാൻ ചിലപ്പം കുറച്ചിരുന്നു. 100? അത് ഞാൻ ചിലപ്പോ എന്റെ മൂഡ് പോലെയാ. അല്ലോട് ഞാൻ 1000 ആക്കാതെ മതിയാ. ഇനി പണിഷ്മെന്റ് എടുക്കുന്നില്ലെങ്കിൽ ഇനി കൂടും. ഇത് 1000 രൂപ എനിക്ക് പറയാൻ കഴിയല്ലോ. എന്തുട്ടാ നൗഫലിക്ക, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, 100 ആയത് എന്തിട്ടാണ് ഈ പറയണത്? താൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറയുന്നുണ്ടല്ലോ, ഇനി കളിച്ചോണ്ട് ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കൗണ്ടിങ് 30 കൂടുതൽ ഞാൻ തന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ 20 തന്നിട്ടുണ്ടോ കൗണ്ടിങ്? എന്നാ ഞാൻ ഒരു കാര്യം ചെയ്യും, 100 എടുക്കാൻ പറ്റുന്നത് വേണ്ടേ? 5 പ്രാവശ്യം തുമ്മിക്കോ നൂലിട്ടിട്ട്. ഏതെങ്കിലും ഒന്ന് എടുത്തിട്ട് ഇനി ഇതാക്ക്. എനിക്ക് കുറച്ച് സമയം വേണം പണിഷ്മെന്റ്. ഇപ്പഴല്ലേ പണിഷ്മെന്റ് പറഞ്ഞു തീർന്നത്, ഇനി എടുക്കാൻ കുറച്ച് സമയം വേണം. ഓക്കെ, ഒന്നാമത്തത് ഡാൻസ്, രണ്ടാമത്തത് തുമ്മ, മൂന്നാമത്തെ എന്താ ഇങ്ങനെ ആടിയിട്ട് നൗഫലിനോട് ആവൂല എന്ന് പറയാനാ. ദാവൂദ് കാ ഓക്ക് പകരം ഞാൻ 10 സലോട്ടും കൊണ്ട് ഞങ്ങൾ കടിക്കും. ദാവൂദ് കാ 10, 20, 100, 150 നിന്ന് അടിച്ചോ, ഒരു പ്രശ്നമില്ല. താങ്ക് യു. ഓക്കെ, 100, 150, 500 അടിച്ചോ, ഒരു പ്രശ്നമില്ല. നിങ്ങളെ സപ്പോർട്ട് ചെയ്താണല്ലോ, അടിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷെ നമുക്ക് പണിഷ്മെന്റ് ഓപ്ഷൻ തരുമ്പോ മാക്സിമം ഒരു 10, 20 അല്ലെങ്കിൽ മാക്സിമം 30 അങ്ങനെ. ഓക്കെ, അല്ലാണ്ട് അപ്പുറത്തെ ഗിഫ്റ്റ് അടിച്ചെന്ന് വന്ന് വെറുപ്പിക്കാൻ നോക്കുന്നത് ശരിയല്ല. ജാസ്തി മാത്രം വേണം. കളിച്ചോ എടുക്കുന്ന നേരത്തെ മതിയായിരിക്കും, വൃത്തി കളിച്ചോ. ഓക്കെ, ഒരു മിനിറ്റ്, ഞാൻ ഒരു സോങ് എടുക്കട്ടെ. ദാവൂദ്, നിങ്ങൾ മിനിറ്റ് പോയുള്ള ഇവിടെ തന്നെ നിൽക്കുക. അതെവിടെ കിട്ടിയാ? നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഞാൻ ഏതെങ്കിലും ഗിഫ്റ്റേഴ്സിന് സല്യൂട്ട് അടിക്കുന്ന അവരുടെ പേര് പറയുന്നു? ഞാൻ അങ്ങനത്തെ പണിഷ്മെന്റ് അധികം കൊടുക്കാറുമില്ല, ഞാൻ എടുക്കാറ്. പക്ഷെ ഓപ്ഷൻ അക്സെപ്റ്റ് ചെയ്യും, അത് പ്രശ്നമില്ല. പാട്ട് ഒരു ട്രെൻഡ് സോങ് പറഞ്ഞോ, ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് സോങ്. ഏതാണ് ട്രെൻഡിങ് സോങ്? ട്രെൻഡ് സോങ് ഞാൻ പറഞ്ഞുതരാം. പന്തൽ ചാമ്പോവാ. ഞാൻ ഡാൻസ് ഓപ്ഷൻ അക്സെപ്റ്റ് ചെയ്യാത്തതായിട്ട് കളിക്കാൻ തന്നെ മടിയാണ്. അല്ല, ആജിക്കല്ല, ഞാൻ വിളിക്കാം.
കുറച്ച് സൂമോട്ടാക്കിയിട്ട് അതായിരിക്കും കളിക്കാം. ഹലോ ഹലോ ഹലോ, അവിടെ കട്ടില് വന്നപ്പോഴത്തേക്കും ഞാൻ ഒരു കാര്യം ചോദിച്ചായിരുന്നു. അപ്പൊ എന്താ പറഞ്ഞത്? ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞായിരുന്ന? എനിക്കും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, എനിക്ക് കംഫർട്ട് ആവുന്ന രീതിയിൽ നിന്ന് കളിക്കാനേ പറ്റത്തുള്ളൂ. ഓക്കെ, ഇഷ്ടം പോലെ അല്ല. ഇനി മരിക്കുന്ന നേരത്തെ ഞാൻ ജയിക്കുന്നില്ല. അങ്ങനെ വഴിക്ക് വാ. ഓക്കെ, ആജിക്ക് മാത്രം മതിയാ നിങ്ങൾക്ക്? ഈ പാട്ടിന് ആദ്യമായിട്ടാ ഫുള്ള് ഡാൻസ് ചെയ്യുന്നത്. നല്ല സെറ്റാണ്. ഒരു മിനിറ്റ്, ഞാൻ ആദ്യം രണ്ടുപേരും കേട്ടോട്ടെ. ഒരു മിനിറ്റ്.